ഡോക്ടർ, ഏതെല്ലാം രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ഈ രോഗം വരാം? അതുപോലെ ന്യൂമോണിയയുമായി എങ്ങനെ ഈ രോഗം ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ നേരത്തെ സംസാരിച്ചല്ലോ, അതായത് ഇതൊരു രോഗത്തിൻ്റെ പേരല്ല, മറിച്ച് ഒരു രോഗസമുച്ചയമാണ്. ഒരു 200-ലധികം ഈ വിഭാഗത്തിൽപ്പെട്ട അസുഖങ്ങൾ ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾ എന്ന ഒരു പൊതു നാമധേയത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഇത് ഈ വാതരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ നമ്മൾക്കറിയാം ആമവാദം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, പിന്നെ ഈ തൊലിപ്പുറത്തൊക്കെ കളർ വ്യത്യാസം വന്ന് തൊലിയൊക്കെ കട്ടിപിടിക്കുന്ന സിസ്റ്റമിക് സ്ക്ലീറോഡെർമ, പിന്നെ നമുക്ക് ആഹാരം ഇറക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സിസ്റ്റമിക് സ്ക്ലീറോസിസ്, ഇങ്ങനെ വാതാനുബന്ധ രോഗങ്ങളുണ്ട്. ഈ രോഗവുമായിട്ട് അനുബന്ധിച്ച് ഇത്തരം അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചിലയിനം വൈറസ് രോഗങ്ങളെ തുടർന്ന് ഇത്തരം അസുഖങ്ങൾ വരാം. നമ്മുടെ കോവിഡ്-19 ഏറ്റവും നല്ല ഉദാഹരണം. കോവിഡ്-19 ശേഷം ഒരുപാട് പേർക്ക് ശ്വാസകോശങ്ങൾ ദ്രവിച്ചു പോയതായിട്ടൊക്കെ അക്കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചിലയിനം വൈറസ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം അസുഖങ്ങൾ വരാം. പിന്നെ അതുകൂടാതെ ഈസിനോഫിലുകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥകളുണ്ട്. ഈസിനോഫിൽ അണുക്കൾ ശരീരത്തിൻ്റെ വിവിധ കോശകലകളിൽ അടിഞ്ഞുകൂടുന്നതിനെ തുടർന്ന് ഇത്തരം അസുഖങ്ങൾ വരാം. പിന്നെ ഈ ശരീരത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ കോശകലകൾ ഉരുണ്ടുകൂടുന്ന സാർക്കോയിഡോസിസ് എന്നൊരു അസുഖമുണ്ട്. ആ അസുഖമായിട്ട് ബന്ധപ്പെട്ടും വരാം. ഇനി ഇതെല്ലാം തന്നെ പരിശോധിച്ച് വിവിധ ഒരുപാട് പരിശോധനകൾ കഴിഞ്ഞിട്ടും നമുക്ക് വ്യക്തമായൊരു കാരണം കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ILD അല്ലെങ്കിൽ ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഇതിനെ നമ്മൾ ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് അഥവാ IPF എന്നാണ് വിളിക്കുന്നത്. ഈ ഇഡിയോപ്പതിക് എന്ന് പറഞ്ഞാൽ തന്നെ കാരണം കണ്ടെത്താത്ത, കാരണം അറിയാത്ത എന്നാണ് അർത്ഥം. അപ്പോൾ അത്തരം അസുഖങ്ങളും വളരെ ഇത്തരം അസുഖങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് IPF അഥവാ ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ്. ഇങ്ങനെ വിവിധ രീതിയിൽ, വിവിധ ഭാവത്തിൽ, പിന്നെ വിവിധ തലങ്ങൾ നമ്മുടെ ശ്വാസകോശങ്ങളെ എത്രത്തോളം ബാധിക്കാം എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ച് പല കാരണങ്ങളുണ്ട് ഈ അസുഖം വരാം. ഇനി കാരണം അറിയാത്തതിനാണ് നമ്മൾ IPF അഥവാ ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് എന്ന് വിളിക്കുന്നത്. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ കാര്യം, ഇത് ന്യൂമോണിയയുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കുന്നു? ഈ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഇപ്പം അണുജീവികൾ ശ്വാസകോശ കലകളിൽ ഉണ്ടാക്കുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് വിളിക്കുന്നത്. ഇനി ഈ നീർക്കെട്ട് വേറെ അണുജീവികളല്ലാതെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ, അത് കെമിക്കലായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളായിരിക്കാം, ഇതുകൊണ്ടുണ്ടാകുന്ന നീർക്കെട്ടിന് നമ്മൾ ന്യൂമോണൈറ്റിസ്, അതൊരു തികച്ചും സാങ്കേതികമായ കാര്യമാണ് എങ്കിൽ പോലും അതിനെ നമ്മൾ ന്യൂമോണൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ശ്വാസകോശ നമ്മൾ പറയുന്ന ഈ ശ്വാസകോശം ദ്രവിച്ചു പോകുന്ന അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ ശ്വാസകോശ നീർക്കെട്ടിനെ നമ്മൾ ന്യൂമോണൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമോണൈറ്റിസ് എന്നൊരു കണ്ടീഷനുണ്ട്. അതായത് ജൈവിക ആൻറ്റിജനുകൾ കൊണ്ട് ശ്വാസകോശത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകളാണ് ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമോണൈറ്റിസ്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നല്ലൊരു ശതമാനം ഈ ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമോണൈറ്റിസ് എന്ന വിഭാഗത്തിലാണ്. അതായത് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ അണുജീവികളെ കൊണ്ട് ശ്വാസകോശ കലകൾക്കുണ്ടാകുന്ന നീർക്കെട്ട്. ന്യൂമോണൈറ്റിസ് എന്ന് പറഞ്ഞാൽ അണുജീവികളല്ലാത്ത, അത് കെമിക്കലാകാം, മറ്റെന്തെങ്കിലും വസ്തുക്കളാകാം, അതുമൂലം ഉണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ന്യൂമോണൈറ്റിസ് എന്ന് വിളിക്കുന്നത്.